അംബ്രല്ല നമ്മൾ സൈഡ് തിരിച്ചടിക്കണ ഒരു വീഡിയോ ആണ് അത് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ സൈഡിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ ഈ തയ്യൽ തുമ്പൊക്കെ നമ്മൾ ഒതുക്കിയൊക്കെ വെക്കണം. നമ്മൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ 1 ഇഞ്ചിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കണം നമുക്ക്. എന്നിട്ട് നമ്മളുടെ ഈ തയ്യൽ തുമ്പിൽ നിന്ന് 1/2 ഇഞ്ച് എവിടെയാണോ വരണേ അവിടേക്ക് എത്തിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് അടിക്കാനായിട്ട്. ഇപ്പം ഇവിടെ കണ്ടോ, ഇവിടെ 1/2 ഇഞ്ച് വന്നിട്ടുണ്ട് തയ്യൽ തുമ്പ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് മെറ്റീരിയലിനെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇടുക. അതിനുശേഷം ലൈനിങ് മാത്രം ഇത് കണ്ടോ, ഇതുപോലെ മെറ്റീരിയലിനെ പതുക്കെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ലൈനിങ്ങോടെ 1/2 ഇഞ്ച് വീതിയിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്യും. ഇനി നമ്മൾ മെറ്റീരിയൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. മെറ്റീരിയൽ ഇതുപോലെ ഈ ലൈനിങ്ങിനെ മുകളിലേക്ക് നീക്കാം. നമ്മൾ ലൈനിങ്ങിനെ മുകളിലേക്ക് നീക്കിയിട്ട് നമ്മുടെ മെറ്റീരിയൽ കണ്ടോ, മെറ്റീരിയൽ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞേക്കണ് കണ്ടോ, നമുക്കിവിടെ ലൈനിങ് വേറെ മെറ്റീരിയൽ വേറെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 1 ഇഞ്ച് ഈ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മുകളിലേക്ക് നീക്കിയിട്ട് ഇവിടെ നിന്ന് വേണം അടുത്ത സ്റ്റിച്ച് തുടങ്ങാനായിട്ട്. ഇവിടെ കെട്ടിട്ടിട്ട് 1/2 ഇഞ്ച് വീതിയിൽ മെറ്റീരിയലും കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ കേട്ടോ. അപ്പം നമ്മളുടെ ഇവിടെയാണ് ഇത് തിരിഞ്ഞ ഭാഗം വന്നേക്കണ, ഇവിടെയാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച്. കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്.